റെസിപ്പി എവിടെ കണ്ടാലും എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് എനിക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് കുഞ്ഞമ്മത്തി കിട്ടിയപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കിയിട്ടേ ഉള്ളൂ എന്ന് തന്നെ വിചാരിച്ചേ. അപ്പോൾ കുഞ്ഞമ്മത്തി നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇച്ചിരി കുരുമുളകും ഇച്ചിരി നല്ലോണം കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് നരച്ചെടുത്തുകൊണ്ടുണ്ട്. നല്ല എരിവുള്ള നല്ല പച്ച കാന്താരിയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഴുകി എടുത്ത് വെച്ച നല്ല കുഞ്ഞമ്മത്തിയിലേക്ക് നമ്മുടെ ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കണേ. പച്ചക്കാന്താരി ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് ഈ റെസിപ്പി എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അപ്പം നമ്മുടെ അരപ്പൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ കുഞ്ഞമ്മത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ച് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതിനൊരു ശകലം വെളിച്ചെണ്ണ മതി കേട്ടോ, അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിലേക്ക് നമ്മുടെ കറിവേപ്പില നല്ല ബെഡ് പോലെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കുഞ്ഞമ്മത്തി ഇട്ട് കൊടുത്ത് ഈ അരപ്പെല്ലാം കൂടെ അതിൻ്റെ മേളിലേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളിക്ക് ആവശ്യമുള്ള കുടംപുളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3-4 കഷ്ണം കുടംപുളി നല്ല കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചത് നമ്മുടെ മത്തിയുടെ ഇടയിലേക്ക് തിരികെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല കട്ടി തേങ്ങാപ്പാലാണ് വേണ്ടേ. നല്ല കട്ടി തേങ്ങാപ്പാലാവുമ്പം അതിനനുസരിച്ചുള്ള ടേസ്റ്റ് ഈ മത്തിക്ക് കിട്ടും. അപ്പോൾ ആ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് കാന്താരിയും കുരുമുളകിലും ആ പുളിയിലും ഈ തേങ്ങാപ്പാലിലും കൂടി ഒന്ന് വേകാൻ വേണ്ടിയിട്ട് നമ്മുടെ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിൽ മതിയാവും. അപ്പം 2 വിസിലിന് വേണ്ടി ഞാൻ കാത്തിരിക്കുക. 1 വിസിലടിച്ചു, 2 വിസിലടിച്ചു. അങ്ങനെ നമ്മുടെ കുക്കർ ഓഫ് ചെയ്ത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്തതിന് ശേഷം ആവിയെല്ലാം പോയപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി മത്തി കാന്താരിയിലും കുരുമുളകിലും തേങ്ങാപ്പാലിലൊക്കെ കിടന്ന് വേകുമ്പോൾ ഒരു ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വലിയ മസാലയുടെ കുത്തലുകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മത്തി കാന്താരി വറ്റിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ ചൂട് ചോറിലേക്ക് മത്തി കഷ്ണവും അതിൻ്റെ ചാറെല്ലാം കൂടെ ഒഴിച്ച് നല്ല റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല കാന്താരിയുടെയും കുരുമുളകിൻ്റെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കണ്ടേ. ഇത് കുക്കറിൽ അങ്ങ് തുറന്നപ്പോഴത്തേക്ക് തന്നെ ഭയങ്കര സ്മെല്ലായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കുന്നത്. ഒരു വായ എടുത്ത് തിന്നപ്പോഴത്തേക്ക് നല്ല അപാര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിലെ മത്തി കഷ്ണത്തിൻ്റെ രുചിയാണ് തേങ്ങാപ്പാലും കാന്താരിമുളകും കുരുമുളകും കൂടെ. ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലാത്ത കൂട്ടുകാർ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, അടിപൊളിയാണ്, സൂപ്പറാണേ.